ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കാര്യം നമ്മൾ ഓപ്പറേറ്റേഴ്സ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് പഠിക്കുകയാണെങ്കിലും അതിന് കറസ്പോണ്ടിങ് എന്തുണ്ടായിരിക്കും, നമുക്ക് ഓപ്പറേറ്റേഴ്സ് അവൈലബിൾ ആയിരിക്കും. ഇനി ഈ ഓപ്പറേറ്റേഴ്സ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ ഒരുപോലെയല്ല നമ്മൾ യൂസ് ചെയ്യണത്. നമ്മൾ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നോക്കാൻ പോകുന്ന കാര്യം, നമ്മൾ പൈത്തണിലോട്ട് വരുമ്പോൾ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് പഠിക്കാനുണ്ട്, അത് എവിടേക്കെയാണ് യൂസ് ചെയ്യുക, നമ്മൾ അതിന്റെ കോൺസെപ്റ്റ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമുക്കിവിടെ പ്രധാനമായിട്ടും നമുക്ക് ഓപ്പറേറ്റേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ പൈത്തണിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വരുന്നുണ്ട്, 4 ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. 4 ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. അപ്പൊ അതിന്റെ പേരുകളാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. ഫസ്റ്റ് വൺ, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. Second one, relational operators. Third one, logical operators. And last one, compound assignment operators. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഈ 4 ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ആണ് നമുക്ക് ഇവിടെ കവർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന കാര്യം അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സും അതിന്റെ കോൺസെപ്റ്റുകളുമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. നമ്മൾ പ്രധാനമായിട്ട് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. ഫസ്റ്റ് വൺ, അഡീഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അഡീഷൻ. അപ്പൊ നമ്മൾ അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, പ്ലസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അഡീഷൻ റെപ്രസെന്റ് ചെയ്യണത്. ഇനി രണ്ടാമത്തെയാണ് സബ്ട്രാക്ഷൻ. നമ്മൾ സബ്ട്രാക്ഷൻ റെപ്രസെന്റ് ചെയ്യണത് മൈനസ് എന്ന് പറയുന്ന സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യണത്. മൂന്നാമത്തെ മൾട്ടിപ്ലിക്കേഷൻ. അത് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ സ്റ്റാർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി നാലാമത്തെ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ നമ്മൾ ഡിവിഷൻ. ഇപ്പൊ നമ്മൾ ഡിവിഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ സ്ലാഷ് എന്ന് പറയുന്ന സിമ്പിൾ ആണ് യൂസ് ചെയ്യുക. ഈ 4 എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന കാര്യം നമുക്ക് കുറച്ചും കൂടി ഓപ്പറേറ്റേഴ്സ് നമുക്ക് നോക്കാം. അതിൽ 5ാമത് പഠിക്കാൻ പോകുന്ന ഒരു ഓപ്പറേറ്റർ ആണ് മോഡുലസ് ഓപ്പറേറ്റർ. മോഡുലസ്. അപ്പൊ എന്താണ് മോഡുലസ് ഓപ്പറേറ്റർ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ മോഡുലസ് ഓപ്പറേറ്റർ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ് മോഡുലസ് ഓപ്പറേറ്റർ. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യണത് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഈ ഒരു സൈൻ നമ്മളിവിടെ യൂസ് ചെയ്യുക, മോഡുലസ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് എന്താ ഇതിന്റെ കോൺസെപ്റ്റ്? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യും. നമുക്ക് എന്ത് കളക്ട് ചെയ്യണം, ടു ഫെച്ച് റിമൈൻഡർ. നമുക്ക് എന്ത് കളക്ട് ചെയ്യണം, ഒരു ഓപ്പറേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫെച്ച് ചെയ്യണം, അതിന്റെ റിമൈൻഡർ നമ്മൾ കളക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ റിമൈൻഡർ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ഇത്, മോഡുലസ് ഓപ്പറേറ്റർ. അപ്പൊ നമുക്കറിയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 9 mod 2. നമുക്ക് എന്താ ആൻസർ വരിക, നമുക്ക് 9 mod 2 ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയായിരിക്കും, നമുക്ക് 1 ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. എന്ത് പാസ് ചെയ്തു, 8 mod 2. അപ്പൊ മോഡ് നമ്മൾ പെർസെൻറ്റേജ് സൈൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. 8 mod 2 പറയുമ്പോൾ എന്താ അതിന്റെ ആൻസർ വരിക, 0 ആയിട്ടാണ് ഫോം ചെയ്യുക. ഇനി 14 mod 5 എന്ന് പറയുകയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും, നമുക്ക് 4 ആയിട്ടായിരിക്കും ജനറേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കളക്ട് ചെയ്യാൻ, ഒരു റിമൈൻഡർ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് മോഡുലസ് ഓപ്പറേറ്റർ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ പൈത്തൺ നമുക്ക് കൺസോൾ ചെയ്ത് നോക്കാം കറക്റ്റ് അല്ലേ എന്നുള്ളത്. നമുക്കറിയാം 9 mod 2 ആൻസർ കിട്ടിയ ആൻസർ 1 കിട്ടി നമുക്ക്. അതുപോലെ 10 mod 5 എന്ന ആൻസർ വരിക നമുക്ക് 0 ആയിരിക്കും വരിക. 12 mod 4 എന്ന ആൻസർ വരിക, അതും 0 ആയിരിക്കും. 15 mod 4 എന്ന ആൻസർ വരിക, അതിന്റെ ആൻസർ നമുക്ക് 3 ആയിട്ടാണ് ഫോം ചെയ്യുക. അപ്പൊ നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് ഇത്, മോഡുലസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. ഇനി അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന അടുത്തൊരു ഓപ്പറേറ്റർ ആണ് നമ്മൾ പവർ ഓപ്പറേറ്റർ. അടുത്തൊരു അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആണ് പവർ ഓപ്പറേറ്റർ. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ പവർ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്താണ് പവർ ഓപ്പറേറ്റർ?
നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡബിൾ സ്റ്റാർ. നമുക്ക് എല്ലാവർക്കും അറിയാം എക്സ്പോണൻഷ്യൽ ഓപ്പറേറ്റർ എന്താണെന്ന്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഏത് നമ്മൾ പറയുന്ന പവർ ഓപ്പറേറ്റർ. റെപ്രസെന്റ് നമ്മൾ ഡബിൾ സ്റ്റാർ എന്ന് പറയുന്ന ഒരു സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം 2 ഡബിൾ സ്റ്റാർ. ഇതിന് മീനിങ് എന്താ വരിക? അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതിന് മീനിങ് എന്താ? 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന ആൻസർ നമുക്ക് അതിന്റെ 8 ആയിരിക്കും ആൻസർ വരിക. പിന്നെ നമ്മൾ 3 ഡബിൾ സ്റ്റാർ 2 അതിന്റെ മീനിങ് എന്താ വരിക? 3 ഇൻറ്റു 3 എന്ന ആൻസർ ഇവിടെ 9 ആണ് ആൻസർ വരുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഏത് ഓപ്പറേറ്റർ? പവർ ഓപ്പറേറ്റർ. നമുക്ക് ഇനി കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാം. പൈത്തൺ കൺസോൾ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ 2 ഡബിൾ സ്റ്റാർ 3 പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ 8 എന്നായിരിക്കും ആൻസർ കിട്ടുക. 3 ഡബിൾ സ്റ്റാർ 2 കൊടുക്കുകയാണെങ്കിലോ അത് 9 ആയിരിക്കും ആൻസർ. ഇനി 4 ഡബിൾ സ്റ്റാർ 3 മീനിങ് എന്താ? 4 ഇൻറ്റു 4 ഇൻറ്റു 4 എന്താ ഔട്ട്പുട്ട്? നമുക്ക് ഇവിടെ 64 എന്നായിരിക്കും ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുക. അപ്പൊ അതാണ് നമ്മൾ ഏത് ഓപ്പറേറ്റർ? പവർ ഓപ്പറേറ്റർ. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ലാസ്റ്റ് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആണ് ഫ്ലോർ ഡിവിഷൻ ഓപ്പറേറ്റർ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുകൾ ഒന്നാണ് ഫ്ലോർ ഡിവിഷൻ. ഇതെല്ലാവർക്കും അറിയില്ല എന്താണ് ഫ്ലോർ ഡിവിഷൻ. അത് നമ്മൾ ആദ്യം റെപ്രസെന്റ് ചെയ്യേണ്ട ഏത് സിമ്പിൾ വെച്ചുകൊണ്ടാണ്? നമ്മൾ ഡബിൾ സ്ലാഷ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആണ് ഏതിനു വേണ്ടി യൂസ് ചെയ്യുക? നമ്മൾ ഫ്ലോർ ഡിവിഷന് വേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഫ്ലോർ ഡിവിഷൻ? നമുക്ക് സിമ്പിൾ എന്ത് പറയാം? ടു ഡിസ്കാർഡ് ഡെസിമൽ പാർട്ട്. നമുക്ക് എന്ത് ഡിസ്കാർഡ് ചെയ്യണം? ഒരു ഡെസിമൽ പാർട്ട് നമുക്ക് ഡിസ്കാർഡ് ചെയ്യണം. അപ്പൊ നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ഇത് ഫ്ലോർ ഡിവിഷൻ ഓപ്പറേറ്റർ. ഇപ്പൊ സിമ്പിളി നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കറിയാം 9/2 എന്താ അതിന്റെ ആൻസർ വരിക? 9/2 ഒരു സ്ലാഷ് കൊടുക്കുന്നത് ഡിവിഷൻ ആണ്. നമുക്കറിയാം 4.5 ആയിരിക്കും ആൻസർ കിട്ടുക. എന്ത് തന്നെ 9 ഡബിൾ സ്ലാഷ് 2 കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? നമുക്ക് 4 ആയിട്ടായിരിക്കും ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാം. ഇപ്പൊ ഫ്ലോർ ഡിവിഷൻ എന്ന് പറയുകയാണെങ്കിൽ എന്ത് ഡിസ്കാർഡ് ചെയ്യാൻ? ഡെസിമൽ പാർട്ട് നമ്മൾ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ഫ്ലോർ ഡിവിഷൻ ഓപ്പറേറ്റർ. നമ്മൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 11/3 അത് ഡിവിഷന്റെ ആൻസർ വരിക ഒരു അറൌണ്ട് 3.667 ആയിരിക്കാം ആൻസർ വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 11 ഫ്ലോർ ഡിവിഷൻ 3 കൊടുക്കുമ്പോൾ അതിന്റെ ആൻസർ എന്തായിരിക്കും? 3 ആയിട്ടായിരിക്കും ആൻസർ ഫോം. ഒരിക്കലും 4 കിട്ടില്ല. നമുക്ക് എപ്പോഴും തെറ്റുകാരുണ്ട് 0.5 അബോവ് ഹയസ്റ്റും 0.5 ബിലോ ലോവസ്റ്റ്. അത് ഫ്ലോർ ഡിവിഷൻ അല്ല, അത് വേറെ ഓപ്പറേറ്റർ ആണ്. അപ്പൊ നമ്മളിവിടെ ഫ്ലോർ ഡിവിഷൻ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഡെസിമൽ പാർട്ട് ഡിസ്കാർഡ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും ജനറേറ്റ് ചെയ്യുക. നമുക്ക് ചെയ്ത് നോക്കാം കറക്റ്റ് ആണോ? 9 ഫ്ലോർ ഡിവിഷൻ ആൻസർ എനിക്ക് 4 കിട്ടിയത്. 11/3 എന്താ? 3.66 ആണ്. 11 ഫ്ലോർ ഡിവിഷൻ 3 ആണെങ്കിലോ എനിക്ക് 3 എന്നായിരിക്കും ആൻസർ ജനറേറ്റ് ചെയ്യുക. അപ്പൊ ഇതാണ് നിങ്ങൾ ഏത് ഓപ്പറേറ്റർ? ഫ്ലോർ ഡിവിഷൻ ഓപ്പറേറ്റർ. അപ്പൊ നമുക്കിവിടെ ഒരു 7 ടൈപ്പ് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചെറിയ പ്രോഗ്രാം നമുക്ക് ചെയ്തു നോക്കാം. അതായത് നമുക്ക് എന്ത് ചെയ്യണം? 2 നമ്പർ നമുക്ക് എന്ത് ചെയ്യണം? അഡീഷൻ പെർഫോം ചെയ്യണം. അതായത് സം ഓഫ് 2 നമ്പേഴ്സ് നമുക്ക് ചെയ്യേണ്ട പ്രോഗ്രാം. ഞാൻ എന്തോ പുതിയ പൈത്തൺ ഫയൽ എടുത്തു. ചെയ്യേണ്ട പ്രോഗ്രാം എന്താണ്? സം ഓഫ് 2 നമ്പേഴ്സ് ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ആ 2 നമ്പറും ഞാൻ എവിടുന്ന് റീഡ് ചെയ്യാണ്? കൺസോളിന്ന് റീഡ് ചെയ്യ കൺസോളിന്ന്. നമ്പർ 1 ഈക്വൽ ടു എന്ത് പാസ് ചെയ്യാറുണ്ട്? ഇൻപുട്ട് ഓഫ് എൻഡർ നമ്പർ 1 നമ്മൾ പാസ് ചെയ്തു. ഈ നമ്പർ 2 ഈക്വൽ ടു എന്ത് പാസ് ചെയ്തു? അവിടെ ഇൻപുട്ട് ഓഫ് എൻഡർ നമ്പർ 2 എന്ന് പാസ് ചെയ്തു. ഞാൻ സം കാൽക്കുലേറ്റ് ചെയ്യുക. സം ഈക്വൽ ടു നമ്പർ 1 പ്ലസ് നമ്പർ 2 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫൈൻ ചെയ്ത് കൊടുത്തു. എന്ത് പ്രിന്റ് ചെയ്തു? പ്രിന്റ് ഓഫ് സം. നിങ്ങൾ അസ്യൂം ചെയ്യാം ഞാൻ കൊടുക്കുന്ന നമ്പർ 1 10ഉം നമ്പർ 2 20ഉം ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആക്ച്വൽ ആൻസർ എന്താ വരിക? നമുക്കത് 30 ആണ് കിട്ടേണ്ട ആൻസർ. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഉണ്ടോ? എൻ്റെ നമ്പർ 1 ഞാൻ അവിടെ 10 കൊടുത്തു. നമ്പർ 2 എന്ത് പാസ് ചെയ്തു? 20 കൊടുത്തു. നമുക്ക് കിട്ടേണ്ട ആൻസർ എത്രയായിരുന്നു? 30. പക്ഷേ ഇവിടെ കിട്ടിയ ആൻസർ നമുക്ക് എന്താ കിട്ടിയത്? ഇവിടെ 1020 എന്നാണ് ആൻസർ കിട്ടിയത്. അത് റോങ് അല്ലേ? ശരിക്കും നമുക്ക് ആക്ച്വലി കിട്ടേണ്ട ആൻസർ എത്രയാണ്? 30 ആണ് വേണ്ടത്. പക്ഷെ കിട്ടിയ ആൻസർ എന്താണ്? 1020 എന്നാണ് ജനറേറ്റ് ചെയ്തത്. അപ്പൊ എന്തായിരിക്കും നമ്മളെ ഈ ഒരു പ്രോഗ്രാം പറ്റി മിസ്റ്റേക്ക് എന്താണ്? ഞാനത് സിംപ്ലി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് നമ്മൾ നമ്പർ 1ഉം നമ്പർ 2ഉം എവിടുന്ന് റീഡ് ചെയ്ത്? നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് കൺസോളിൽ നമ്മൾ റീഡ് ചെയ്തെടുത്ത കാര്യങ്ങളാണ്. ഞാനിവിടെ 2 സ്ട്രിങ് യൂസ് ചെയ്യാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹലോ ഒരു സ്ട്രിങ് ആണ്. എനിക്ക് എന്ത് ചെയ്യണം? അതിന്റെ കൂടെ പ്ലസ് ചെയ്യണം. എന്താണ്?
അടുത്തൊരു സ്ട്രിങ് ഹായ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളിവിടെ രണ്ട് സ്ട്രിങ് തമ്മിൽ പ്ലസ് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും ഫോം ചെയ്യുക? അത് രണ്ടും കൂടി കോൺകാറ്റിനേറ്റ് ചെയ്ത ഔട്ട്പുട്ട് ആയിരിക്കും ഫോം ചെയ്യുന്നത്. കോൺകാറ്റിനേറ്റൻ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത ഔട്ട്പുട്ടാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റ് ആണോ. ഞാൻ പൈത്തൺ കൺസോൾ കൊടുത്തു. ഞാൻ ഹായും ഒരു സ്ട്രിങ് ആയിട്ട് പാസ് ചെയ്തു, പ്ലസ് എന്താ ചെയ്യേണ്ടത് എനിക്ക് ഇവിടെ? ഞാൻ ഹെലോയും ഒരു സ്ട്രിങ് ആയിട്ട് പാസ് ചെയ്തു. ഔട്ട്പുട്ട് കിട്ടുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് രണ്ടും കൂടി കോൺകാറ്റിനേറ്റ് ചെയ്ത ഒരു ഔട്ട്പുട്ടാണ് അവിടെ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ നമുക്ക് പറ്റിയ കാര്യം എന്താണ്? നമ്മൾ നമ്പർ 1ഉം നമ്പർ 2ഉം റീഡ് ചെയ്തു അല്ലെ. നമ്മൾ റീഡ് ചെയ്തത് ഇൻപുട്ട് ഫംഗ്ഷൻ വെച്ചുകൊണ്ട്. നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ വെച്ചുകൊണ്ട് ഒരു നമ്പർ നമ്മൾ റീഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡിഫോൾട്ട് ഡാറ്റ ടൈപ്പ് മെഷീൻ എന്താ റീഡ് ചെയ്യാം? അതൊരു സ്ട്രിങ് ആയിട്ടായിരിക്കും റീഡ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ വെച്ചുകൊണ്ട് ഒരു വാല്യൂ കൺസോളിൽ നിന്ന് റീഡ് ചെയ്യുകയാണെങ്കിൽ മെഷീൻ അതിന്റെ ഡിഫോൾട്ട് ഡാറ്റ ടൈപ്പ് എന്താ റീഡ് ചെയ്യുക? സ്ട്രിങ് ആയിട്ടായിരിക്കും റീഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നമ്പർ 1ഉം 10 കൊടുത്തു, നമ്പർ 2ഉം 20 കൊടുത്തു. ഈ 10ഉം 20ഉം മെഷീൻ എന്തായിട്ടാണ് റീഡ് ചെയ്തിട്ടുള്ളത്? അതൊരു സ്ട്രിങ് ആയിട്ടാണ് റീഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ 10 എങ്ങനെ റീഡ് ചെയ്തത്? സിംഗിൾ കോട്ടിൽ 10, അതൊരു സ്ട്രിങ് ആ മെഷീൻ റീഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണ്? 20ഉം ഒരു സ്ട്രിങ് ആയിട്ടാണ് റീഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ 10 + 20 എന്താ വരിക? 10 20 എന്നാണ് കിട്ടിയ ഔട്ട്പുട്ട്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു വാല്യൂ റീഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡിഫോൾട്ട് ഡാറ്റ ടൈപ്പ് മെഷീൻ എന്താ റീഡ് ചെയ്യുക? സ്ട്രിങ് ആണ്. അപ്പൊ നമുക്കിവിടെ 10ഉം 20ഉം നമ്മൾ റീഡ് ചെയ്തു, സമ്മ് ചെയ്തപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എന്താണ് അവിടെ? ഒരു കോൺകാറ്റിനേഷൻ ആണ് ഇവിടെ പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്കിവിടെ ആക്ച്വലി എന്ത് ചെയ്യണം? രണ്ട് നമ്പറെ എന്താ വേണ്ടത്? നമുക്ക് സം തന്നെ വേണം. അപ്പൊ നമുക്കറിയാം നമ്പർ 1ഉം നമ്പർ 2ഉം നമ്മൾ റീഡ് ചെയ്യുമ്പോൾ മെഷീൻ എന്താ റീഡ് ചെയ്യത്? ഇൻഡിജർ ആയിട്ടാണോ? അതെന്താ? സ്ട്രിങ് ആയിട്ടാണ് റീഡ് ചെയ്യുക. പിന്നെ അവിടെ എന്ത് കൊടുത്തു? അതിന് ഇൻഡിജറിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻഡ് ഓഫ് ഇൻപുട്ട് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ കൺസോളിൽ നിന്ന് ഒരു ഇൻഡിജർ വാല്യൂ റീഡ് ചെയ്യണമെങ്കിൽ വെറും ഇൻപുട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സ്ട്രിങ് ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഇനി നമ്പർ 2 എന്ത് പാസ് ചെയ്തു? ഇൻഡ് ഓഫ് ഇൻപുട്ട് എന്ന് പാസ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ സംഭവിച്ച കാര്യം എന്താണ്? നമ്പർ 1ഉം നമ്പർ 2ഉം മെഷീൻ എന്തായിട്ട് റീഡ് ചെയ്യുക? അത് രണ്ടും ഇൻഡിജർ ആയിട്ടാണ് ഇപ്പൊ റീഡ് ചെയ്യുക. നിങ്ങൾ കൺവേർട്ട് തന്നെ ഇൻഡിജറിലോട്ട് കൺവേർട്ട് ചെയ്യും. നിങ്ങൾ ഫ്ലോട്ട് ആക്കണമെങ്കിലോ ഫ്ലോട്ട് ഓഫ് ഇൻപുട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും പാസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഔട്ട്പുട്ട് റൺ ചെയ്ത് നോക്കി. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്തു? നമ്മൾ നമ്പർ 1 10ഉം കൊടുത്തു, നമ്പർ 2 20ഉം കൊടുത്തു. ഔട്ട്പുട്ട് ഇവിടെ 30 എന്ന് കറക്റ്റ് ആൻസർ കിട്ടി. അപ്പൊ ഇതാണ് നിങ്ങൾ ഈ പറയുന്ന അരിത്തമെറ്റിക് ഓപ്പറേഷൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, കൺസോളിൽ നമ്മൾ നമ്പർ റീഡ് ചെയ്യുമ്പോൾ അത് മെഷീൻ ഡിഫോൾട്ട് സ്ട്രിങ് ആണ് യൂസ് ചെയ്യുക. അതെങ്ങനെയാണ് ഇൻഡിജറിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമുക്ക് ഒരുപാട് പ്രോഗ്രാം ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 3 നമ്പേഴ്സ്, ഡിവിഷൻ ഓഫ് 2, നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് പ്രോഗ്രാം ചെയ്ത് നോക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് ഇനി അടുത്ത ക്ലാസ് എന്ത് ചെയ്യാം? റിലേഷനും ലോജിക്കും നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഓക്കെ, താങ്ക് യു.